നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ള വാർത്ത. ദേവൻ ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, എവിടെ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? അല്പം മുമ്പാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസിന്റെ അധിക്ഷേപ പരാതിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നാണ് അറസ്റ്റ് അല്ലെങ്കിൽ അത്തരം മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഈ ഹണി റോസിന്റെ പരാതിയിൽ സുപ്രധാനമായ ഒരു നീക്കവുമായി ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഉടൻ തന്നെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന കണക്ക് പരാതി നൽകി കഴിഞ്ഞ ദിവസം ഹണി റോസ് നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. അതിനു മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യം ഒരു പോസ്റ്റ് നൽകിയിരുന്നു. ഇത്തരത്തിൽ ഇന്ന ഒരു വ്യക്തി തന്നെ പല വേദികളിൽ വെച്ച് അധിക്ഷേപിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി ഒരു പോസ്റ്റ് നൽകിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം കൃത്യമായി ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഹണി റോസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് നൽകിയിരുന്നു. ശേഷം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലെത്തി മൊഴിയും നൽകിയിട്ടുണ്ടായിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള കേസുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം എറണാകുളം സെൻട്രൽ സ്റ്റേഷന്റെ SHO അടക്കം ഒപ്പം ACP ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരുന്നു ഹണി റോസിന്റെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഈ അന്വേഷണ സംഘം തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും. ലക്ഷ്മി, ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ദേവൻ? ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സൂചന മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വയനാട്ടിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയായിരിക്കും കടക്കുക. ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ നിന്നുമാണ് ബോബി ചെമ്മണ്ണൂരിനെ സെൻട്രൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ ഹണി റോസിന്റെ പരാതിയിൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ നമുക്ക് നൽകിയ പ്രതികരണത്തിലടക്കം ഈ അന്ന് അധിക്ഷേപിച്ച മൊഴിയുടെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും അതിന്റെ പരോക്ഷമായി തന്നെ അത്തരത്തിലുള്ള ഒരു അധിക്ഷേപം തുടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ കേസിൽ ഒരു സുപ്രധാനമായ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ബോബി ചെമ്മണ്ണൂരിനെ സെൻട്രൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. വയനാട്ടിൽ നിന്നുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ലക്ഷ്മി, വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതും സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഷബ്ന സിയാദ് ചേരുന്നു. ഷബ്ന, സ്ത്രീത്വത്തെ അപമാനിക്കലടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരിക്കും തുടർ നടപടികൾ ഈ കേസിൽ ഇനി ഉണ്ടാവുക? ലക്ഷ്മി, രണ്ട് കുറ്റകൃത്യമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഒന്ന്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് BNS പ്രകാരമുള്ള കുറ്റകൃത്യം. മറ്റൊന്ന്, ഇലക്ട്രോണിക് മീഡിയ വഴി ആക്ഷേപിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് IT ആക്ടിലെ സെക്ഷൻ 67 പ്രകാരമുള്ള കുറ്റകൃത്യം. ഈ രണ്ട് കുറ്റകൃത്യമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന പുതിയ വിവരമാണ് വരുന്നത്. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റകൃത്യമല്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് ഏത് തരത്തിൽ നീങ്ങും എന്നത് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഏതായാലും ഈ രണ്ട് കുറ്റകൃത്യങ്ങൾ, അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതും ഈ IT ആക്ട് പ്രകാരം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴി ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള കുറ്റകൃത്യവുമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു ഉത്തരവ് ഈ ഘട്ടത്തിൽ പരാമർശിക്കാവുന്നതാണ്. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ ഒരു സ്ത്രീയുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചറിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കുകയോ അശ്ലീല ചുവയോടെ സംസാരിക്കുകയോ ചെയ്താൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കുറ്റകൃത്യമായി കണക്കാക്കണം എന്ന് കോടതി മറ്റൊരു കേസിൽ ഇന്നലെ വ്യക്തമാക്കുകയുണ്ടായി. അത്തരത്തിലൊരു ഉത്തരവും ഇന്ന് വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏതായാലും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കും
ലഭിക്കാവുന്ന കുറ്റകൃത്യമല്ല ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടി മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമോ അതോ പോലീസ് ഏതെങ്കിലും തരത്തിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കൊച്ചി സെൻട്രൽ പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വയനാട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹണി റോസിന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകുന്നത്. അവർ ആദ്യ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്, തുടർന്നും ഈ ആക്ഷേപം തുടർന്നാൽ, ഉപദ്രവം തുടർന്നാൽ പോലീസ് നടപടിയിലേക്ക് പോകും എന്ന കാര്യം ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ ആ വ്യക്തി ബോബി ചെമ്മണ്ണൂർ ആ ആക്ഷേപം തുടരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ന്യൂസ് മലയാളത്തോട് സംസാരിക്കുമ്പോൾ പോലും താൻ ദ്വയാർത്ഥ പ്രയോഗമല്ല നടത്തിയത് എന്ന് പറഞ്ഞ് ആ വാക്ക് ആവർത്തിക്കുന്നത്, നിഷ്കളങ്കതയോടെ ആ വാക്ക് ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ നടപടിയാണ് അവരെ പ്രകോപിപ്പിച്ചത്, നടിയെ പ്രകോപിപ്പിച്ചത്. അതാണ് ഹണി റോസ് വീണ്ടും പരാതിയിലേക്ക് പോയത്, പോലീസ് പരാതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വയനാട്ടിൽ നിന്നും അറസ്റ്റിലായിരിക്കുന്നു. സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ നടപടികളുടെ ഒരു ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഈ യൂട്യൂബിൽ ആദ്യം ഇത്തരത്തിലുള്ള വീഡിയോ വരുന്നു, അത്തരത്തിൽ കമന്റ് വരുന്നു. എന്തുകൊണ്ടാണ് ഹണി റോസ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്ന തരത്തിലായിരുന്നു എല്ലാവരും പ്രതികരിച്ചിരുന്നത്. പിന്നെയാണ് അവർ ഫേസ്ബുക്ക് പോസ്റ്റുമായി എന്തുകൊണ്ട് താൻ ഇതിനൊന്നും പ്രതികരിച്ചിരുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ഇനിയും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടിയിലേക്ക് പോകും എന്ന വ്യക്തമായ മുന്നറിയിപ്പും നൽകുന്നു. എന്നിട്ടും അത് തുടർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പോലീസിലേക്ക് പരാതി നൽകിയത് എന്നതും നമ്മൾ കണ്ടതാണ്. ഈ കേസിന്റെ നാൾവഴി പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഒപ്പം എപ്പോഴായിരുന്നു ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി. ശ്രീ പത്മലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഹണി റോസ് ഒരു പരാതി നൽകാനുണ്ടായ സാഹചര്യമാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് ബോബി ചെമ്മണ്ണൂര് തുടർച്ചയായി ഹണി റോസിന്റെ പരിപാടികളിൽ യാതൊരുവിധ അറിയിപ്പുമില്ലാതെ പങ്കെടുക്കുകയായിരുന്നു. അതായത് ഹണി റോസ് ഏത് സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്താലും ബോബി ചെമ്മണ്ണൂർ ഇവരുടെ പുറകെ നടന്ന് അത്തരം പരിപാടികളിൽ പങ്കെടുക്കുകയും അശ്ലീല ചുവയോടുകൂടി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും പറ്റുമെങ്കിൽ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇത് പല ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ മാല പാർവതി ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീമതി മാല പാർവതി, ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ നടപടി നൽകുന്ന സന്ദേശം, ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? വളരെ ഒരു ആശാവഹമായ ഒരു കുറിപ്പ് കേരളം നടത്തുന്നു എന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. ആരെയും ഒരു AI ജനറേറ്റഡ് ഒരു പ്രോപ്പർട്ടി ആയിട്ടൊക്കെ സ്ത്രീകളുടെ ശരീരത്തെ കാണുകയും അവർക്കെതിരെ എന്തും പറയാമെന്ന് പറയുന്ന ഒരു നിലനിൽക്കുന്ന ഒരു നോമിനെ തിരുത്താൻ കേരളം തയ്യാറാവുന്നു, മാധ്യമങ്ങൾ തയ്യാറാവുന്നു, പൊതുസമൂഹം തയ്യാറാവുന്നു, നമ്മളുടെ നിയമസംഹിത തയ്യാറാവുന്നു. വളരെ ആശാവഹം. ഈ സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് മാലാപാർവതിയും വിധേയാകുന്നു എന്നുള്ളതാണ് ഇന്ന് തന്നെ പുറത്തു വരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത്. അത്തരത്തിലൊരു കേസും താങ്കൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ താങ്കളുടെ അടക്കം കേസിന് ഇതൊരു ബലം പകരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കൊടുത്തത് ഡിസംബർ 16-ാം തീയതിയാണ് FIR ആയത്. ഡിസംബർ 28-ാം തീയതി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ മൊഴിയും കൊടുത്തു. അറസ്റ്റൊന്നും നടന്നിട്ടില്ല. അത് പിന്നെ യൂട്യൂബുകാരെ ഡീറ്റെയിൽസ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് പോലീസ് എന്നോട് പറഞ്ഞേക്കുന്ന കാര്യം. ഇപ്പൊ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്റെ ഫോട്ടോസും വീഡിയോയും പ്രചരിപ്പിച്ചു, മോർഫ് ചെയ്തു എന്നാണ്. ആ വാർത്ത തെറ്റാണ്. ഞാനൊരു കമന്റിനെതിരെയും അവർ പറഞ്ഞ കാര്യങ്ങൾക്കെതിരെയുമാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതിന് ശേഷം ഹണി റോസ് നടത്തിയ പ്രതികരണം, നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ ബോബി ചെമ്മണ്ണൂർ വിശ്വസിച്ചോളൂ, ഞാൻ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്ത്രീകൾക്ക് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ കൂടുതൽ വിശ്വാസം പകരുന്ന ഒരു നടപടി അങ്ങനെ കാണാം എന്ന് തോന്നുന്നു അല്ലേ? അതെ, തീർച്ചയായിട്ടും 100%.
നന്ദി ശ്രീമതി മാലാപാർവതി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും എല്ലാവർക്കും പരാതിയുമായി മുന്നോട്ട് വരുന്നവർക്ക് ഒരു ധൈര്യം പകരുന്ന നടപടിയാണിത് എന്നാണ് ഇതിനെ മാലാപാർവതി അടക്കമുള്ളവർ നോക്കിക്കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.